ഇന്നിങ്ങനെ മതില് ചാടി ഒരു സന്ദർശനം ഉണ്ടാവുമെന്ന് നീ ഫോൺ വിളിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു. അനുപേട്ട കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആ, ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം ഞാൻ കേട്ടായിരുന്നു. ആ, ഇനി ഇങ്ങനെ മതില് ചാടണ്ട, ഗേറ്റ് വഴി വന്നാൽ മതി. എങ്ങനെ വരും? അവളെ മോളെയും കാണാൻ ഇങ്ങോട്ട് വരരുതെന്നല്ലേ അവൾ പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം ഞാൻ വന്ന കാര്യം അവൾ അറിയണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. അവളുടെ അടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഈ വീടിൻ്റെ പൂമുഖത്ത് വന്ന് നിന്നിട്ട് എനിക്കെൻ്റെ ഭാര്യയും മകളെയും കാണണമെന്ന് നീ പറഞ്ഞാൽ അവൾക്ക് ഇറങ്ങി വരാതിരിക്കാൻ പറ്റുമോ? ഛേ, ഇത് ചുമ്മാ മതിലി അടി പിള്ളേരെ പോലെ ആരെങ്കിലും കണ്ടാ നാണക്കേടാവില്ലേ? അനുപേട്ട, അവളെ കാണാതെ ഞാൻ ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാനില്ലാതെ അവൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ പരസ്പരം പിരിയാൻ പറ്റുമോ അനുപേട്ട? പക്ഷെ അവളൊരു വാക്ക് പറഞ്ഞ അത് കേൾക്കാതിരിക്കാനും പറ്റില്ല. ഒരു ദിവസം പോലും നിങ്ങളിങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. നിങ്ങളെപ്പോഴും ഒന്നിച്ച് തന്നെ ഉണ്ടാവണം. ആ, എല്ലാം ശരിയാവുന്നേ, സച്ചി വിഷമിക്കണ്ട. അവളുടെ പ്രസവം ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിലാണല്ലോ അവർക്കൊക്കെ പ്രശ്നം. ഞങ്ങൾ ആ കുഞ്ഞിനെ ഈ വൃന്ദാവനം വീടിൻ്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അനുപേട്ട, ഞങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട കുഞ്ഞാ, അതിനൊരു കുഴപ്പം വരാൻ പാടില്ല. ഇവിടെ അവൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതല്ല അനുപേട്ട, ഞാൻ ഒരു സ്വപ്നം കണ്ടു. അതുകൊണ്ടാ ഞാനിപ്പോൾ ഓടിപ്പിടിച്ച് വന്നത്. ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ താങ്ങാൻ പറ്റില്ല. ഏയ്, ഛേ, അങ്ങനൊന്നും സംഭവിക്കില്ല. സ്വപ്നത്തിൽ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല. ഇനി സത്യമായാൽ തന്നെ അത് നമ്മുടെ ജീവിതത്തിലാവില്ല.